ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തണുപ്പ് കാലമൊക്കെ തുടങ്ങി. എനിക്ക് മുടി ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ ഒരു തണുപ്പ് കാലം. നമ്മുടെ മുടിയും അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ മുടി അറ്റത്തുനിന്ന് വെട്ടിക്കളഞ്ഞു, കാരണം അത്രയും ഡ്രൈ ആയിട്ട് ചകിരി പോലെയായി. അപ്പം ആ ഒരു സമയത്താണ് വെണ്ടയ്ക്കയും കൊണ്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത്. അപ്പം ഏതാണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ ശരിയായി. അപ്പോൾ വീണ്ടും ആ സമയം വന്നിരിക്കുന്നു. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു സമയം, ഈ ഒരു തണുപ്പ് കാലം കഴിയുന്നത് വരെ നമ്മൾ തണുപ്പ് കാലത്ത് എങ്ങനെ മുടി കെയർ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ വീഡിയോസ് ഇടുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിലും കുറവാണ്. അപ്പോൾ അതിൻ്റെ വൈറ്റമിൻ ഡിയുടെ കുറവ്, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ കുറവാകും. പിന്നെ ഭക്ഷണത്തിലെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മുടിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പാക്കല്ല, ഒരു താളി പോലൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒന്ന് തേങ്ങാപ്പാൽ. ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തത്, പക്ഷേ ഒരു മുറി കൊണ്ട് എനിക്ക് എവിടെ എത്തിയില്ല. അപ്പോൾ മുടിയുള്ള ആൾക്കാർ ഒരു തേങ്ങയൊക്കെ എടുത്തോ. കുറച്ച് മുടിയൊക്കെ ഉള്ളെങ്കിൽ അരമുറി മതി. പിന്നെ തുളസി ഇല, അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ്, പിന്നെ ഇഞ്ചി. ഈ സാധനങ്ങൾ മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചതിൻ്റെ ഡബിൾ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മുടി മൊത്തം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തുളസിയുടെ ഇല, അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി. ഇനി ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യം, ഇഞ്ചി നന്നായിട്ട് മിക്സിയിലടിച്ച് അതിൻ്റെ നീരെടുത്ത് വെക്കണം. അതൊന്ന് ഊറിക്കിട്ടണം. ആ ഊറിലാണ് നമ്മൾ എടുക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ എടുക്കുക. ഇനി വേണ്ടത് ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ തുളസി ഇലയും അരച്ചെടുക്കണം. ഇത് തേങ്ങാപ്പാലിലേക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി നീരിൻ്റെ തെളി മാത്രം ഊറ്റി കൊടുക്കുക. ശേഷം നമുക്ക് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. തലമുടിയിലും തലേൻ്റെ സ്കാൽപ്പിലും മുടിയുടെ അറ്റത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മുടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഡ്രൈ ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറുകയുള്ളൂ. നമ്മുടെ കാലാവസ്ഥേൻ്റെയാണ് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ മുടിയൊക്കെ ഡ്രൈ ആവുന്നത്. അപ്പം ഇത് നന്നായിട്ട് മുടി മൊത്തം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. സോപ്പോ ഷാമ്പൂ ഉപയോഗിക്കരുത്. ഇപ്പം നോക്കിയാൽ മുടി നല്ല സ്മൂത്തായിട്ടുണ്ട്. ആ ഫ്രീസിനെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പം വലിയ ഫ്രീസിനെസ് ആയിരിക്കും എല്ലാവരുടെയും മുടി ഈ ഒരു സമയത്ത്. ആ സമയത്ത് തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു, എൻ്റെ മുടി ഇതുപോലെ ഭയങ്കര ഡ്രൈ, എന്താ ചെയ്യാൻ. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ ആട്ടി വെളിച്ചെണ്ണയില്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധാരണ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തല തേക്കലല്ല, അല്ലാതെ ഇടയിൽ നമ്മൾ ഈ കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മുടിയൊക്കെ ജട കളയൊക്കെ ചെയ്യില്ലേ, ആ സമയത്ത് മുടിയിൽ കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് വഴിയുള്ളൂ. പിന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഈ പാക്കുകൾ ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ മുടി ഡ്രൈ ആവുക ചെയ്യുക. അപ്പം നമുക്ക് ഡ്രൈനെസ് മാറാനുള്ള ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കാൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി തേക്കുമ്പോൾ ചെറിയൊരു നീറ്റിലുണ്ട്, പക്ഷെ എനിക്ക് തേച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളത് മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇഞ്ചി നീര്, കറ്റാർവാഴേൻ്റെ നീര് ഒക്കെ മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇഞ്ചി നീര് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തന്ന പോലെ അത് ആദ്യം അരച്ചിട്ട് അതിൻ്റെ ഊറ്റി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിലൊരു പൊടി ഊറിക്കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ആ മുകളിലത്തെ ആ തെളിവ് മാത്രം എടുക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് വീടുകളിൽ തേച്ച് നോക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നതാണ്.